2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF ഒറ്റയാൾ വിജയം നേടിയ മണ്ഡലമാണ് ആലപ്പുഴ. AM ആരിഫിലൂടെ LDFന് ഒരേയൊരു സീറ്റ് മാത്രം ലഭിച്ച മണ്ഡലം. അതുകൊണ്ട് തന്നെ ആലപ്പുഴ തിരിച്ചുപിടിക്കുക എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. എങ്കിലും ആലപ്പുഴയിൽ ഇത്തവണയും LDF തന്നെ സീറ്റ് ഉറപ്പിക്കുകയാണ്. ഈ പോരിനെപ്പറ്റി നമുക്കും ഒരു വിശകലനം നടത്താം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കുക? ആരായിരുന്നാലും ജയപരാജയം നിശ്ചയിക്കുക NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ ആരുടെയെല്ലാം വോട്ട് പിടിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇവിടെ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 19 മണ്ഡലങ്ങളും കൈവിട്ടപ്പോൾ ഇടതുപക്ഷം ഒരു കച്ചിത്തുരുമ്പ് പോലെ പിടിച്ചു നിന്നത് ആലപ്പുഴ മണ്ഡലത്തിലാണ്. അരൂരിലെ സിറ്റിംഗ് MLA ആയിരുന്ന AM ആരിഫിനെ കളത്തിലിറക്കിയാണ് അന്ന് UDFന്റെ കുത്തക മണ്ഡലമായിരുന്ന ആലപ്പുഴ ഇടതുപക്ഷം പിടിച്ചെടുത്തത്. മണ്ഡലത്തിലെ നിലവിലെ MP ആയിരുന്ന KC വേണുഗോപാൽ അന്ന് മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയാണ് AM ആരിഫ് ആലപ്പുഴ മണ്ഡലം പിടിച്ചെടുത്തത്. ഇത്തവണ ഏതാണ്ട് കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിലാണെങ്കിലും ആരിഫ് തന്നെ ഇത്തവണയും വിജയം ഉറപ്പിക്കുകയാണ്. മണ്ഡലത്തിലെ മുൻ MPയും AICCയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ മത്സരത്തിനിറങ്ങിയതോടെ കടുത്ത മത്സരമാണ് ഇക്കുറി ആലപ്പുഴയിൽ. BJPയുടെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രനും മണ്ഡലത്തിൽ കളം നിറഞ്ഞാടിയിരുന്നു. മുൻപ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ KC വേണുഗോപാലിലൂടെ UDF ഇക്കുറി ജയം ഉറപ്പിച്ച മട്ടാണെങ്കിലും LDF ആലപ്പുഴയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത. ആരിഫും കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് ആദ്യം മുതൽ തന്നെ പ്രചരണം പോലും കൊഴുപ്പിച്ചത്. കേരളത്തിന്റെ സമുന്നതയായ വനിതാ വിപ്ലവ നേതാവ് ഗൗരിയമ്മയെ പോലും പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയ ആരിഫ് ഇന്നുവരെ മത്സരിച്ച ഒരു മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടിട്ടില്ല. കൂടാതെ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള പ്രചാരണവും നിലനിൽക്കുന്നതിനാൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം. NDA സ്ഥാനാർത്ഥിയായ BJP വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനും നിസ്സാരക്കാരിയല്ല. മുൻപ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് വലിയ വോട്ട് ലീഡ് നേടിക്കൊടുത്ത നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ആദ്യഘട്ടത്തിൽ കാര്യമായ പ്രകടനം NDAക്ക് മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ NDAയുടെ A ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കുന്നത് പോലെയിരിക്കും മറ്റ് സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന KS രാധാകൃഷ്ണൻ 1,80,000-ലധികം വോട്ടുകളാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നേടിയത്. BJPയുടെയും തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അതിനിരട്ടി വോട്ടുകൾ പിടിക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഏകദേശം 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചാൽ മാത്രമേ LDFന്റെയും UDFന്റെയും ജയപരാജയങ്ങൾ നടക്കുകയുള്ളൂ. ഇതിനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല. ശോഭ തന്നെ കുഴിച്ച കുഴിയിൽ ശോഭ തന്നെ വീഴുമെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാക്കിയ വിവാദങ്ങൾ ശോഭാ സുരേന്ദ്രന് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. KC വേണുഗോപാലിനെതിരെയും ഗോകുലം ഗോപാലിനെതിരെയും AP ജയരാജനെതിരെയും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ ശോഭ കെടുത്തു. ദല്ലാൽ നന്ദകുമാറിന്റെ 10 ലക്ഷത്തിന്റെ ഇടപാട് സംബന്ധിച്ചുള്ള വിഷയങ്ങളും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയാകും. ഹിന്ദു വോട്ടുകളിൽ ഏറ്റവും അധികം ഈഴവ വോട്ടുകളുള്ള മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. BDJSന്റെ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ഇത്. BJP ഇത്തവണ ഈഴവ വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ രംഗത്ത് ഇറക്കിയതെന്നും വ്യക്തമാണ്. BDJS പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ കൂടുതൽ വോട്ട് പിടിക്കാമെന്ന് BJP കരുതി. എന്നാൽ ജാതീയ നിറം തിരഞ്ഞെടുപ്പുകൾക്ക് വരാതിരിക്കാൻ ആലപ്പുഴയിലെ വോട്ടർമാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഇനി ഇതിനെയെല്ലാം മറികടന്ന് ശോഭ വോട്ട് പിടിച്ചാൽ തന്നെ പൊതുവെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ സ്ഥിരതയുള്ളതായതിനാൽ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നത് അധികവും UDFന്റെ വോട്ടുകളാകും. അങ്ങനെ വന്നാൽ KC വേണുഗോപാലിനത് തിരിച്ചടിയാകും. MM ആരിഫിനത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയുമാകും. 1977-ലാണ് അമ്പലപ്പുഴ മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലമായി മാറിയത്. ആലപ്പുഴ ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലത്തെ കരുനാഗപ്പള്ളിയും അടങ്ങുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം.
ഇവയിൽ 7 മണ്ഡലങ്ങളിലും 5ഇടത്തെയും പ്രതിനിധീകരിക്കുന്നത് ഇടത് MLA-മാരാണ്. 2016-ലാകട്ടെ 7-ൽ 6ഇടത്തും ഇടതുപക്ഷമായിരുന്നു വിജയിച്ചത്. രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് മാറ്റി നിർത്തിയാൽ മറ്റ് 6 മണ്ഡലങ്ങളിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അന്ന് വിജയിച്ചു കയറി. അരൂരിൽ CPM സ്ഥാനാർത്ഥി ദലീമ, ചേർത്തലയിൽ CPI സ്ഥാനാർത്ഥി P. പ്രസാദ്, ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ, അമ്പലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥി H. സലാം, ഹരിപ്പാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല, കായംകുളത്ത് CPM സ്ഥാനാർത്ഥി U. പ്രതിഭ, കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിൽ നിന്നുള്ള CR മഹേഷ്. ഇതാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങളുടെ അവസ്ഥ. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന മേൽക്കൈ ഇടതുപക്ഷത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന് തന്നെ പറയാം. അല്പം വൈകിയാണ് KC വേണുഗോപാൽ എത്തിയതെങ്കിലും മത്സരം ഒപ്പത്തിനൊപ്പമാക്കാൻ KCക്ക് സാധിച്ചു. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിലെ വമ്പനാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഒരു പരിധിവരെ പ്രവചനാതീതമാണ്. എങ്കിലും ആലപ്പുഴ തിരിച്ചുപിടിക്കുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടി ആയതുകൊണ്ട് തന്നെയാണല്ലോ KC വേണുഗോപാലിനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ തന്നെ ആലപ്പുഴയിൽ മത്സരത്തിനായി കോൺഗ്രസ് ഇറക്കിയത്. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AM ആരിഫ് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആലപ്പുഴയിൽ ജയിച്ചു കയറിയത്. ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് സുപരിചിതനായ KCക്കും വലിയൊരു വിജയസാധ്യത തന്നെ ആലപ്പുഴയിലുണ്ട്. ഇതും തള്ളിക്കളയാനാവില്ല. ആലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രം കൂടി ഇതിനൊപ്പം പരിശോധിക്കാം. 1952-ലെ അന്നത്തെ തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന പഴയ ആലപ്പുഴയിൽ നിന്നും PT പുന്നൂസാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തുന്ന ആദ്യ പ്രതിനിധി. അന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പുന്നൂസ് 76,370 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിന്നീട് 1957-ലെ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയായി പുനഃക്രമീകരിച്ച മണ്ഡലത്തിൽ നിന്നും CPI പ്രതിനിധിയായി മത്സരിച്ച് PT പുന്നൂസ് തന്നെ മണ്ഡലം നിലനിർത്തി. 1967-ൽ CPM-ന്റെ സുശീല ഗോപാലനും അമ്പലപ്പുഴയിൽ നിന്നും ലോക്സഭയിലെത്തി. 67-ൽ ഒപ്പം നിന്ന ജനങ്ങൾ പക്ഷേ 1971-ൽ സുശീല ഗോപാലിനെ കൈവിട്ടു. 1967-ൽ ഇടതുപക്ഷത്തിന്റെ RSP സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറി. എന്നാൽ പിന്നീട് അങ്ങോട്ട് വലതുപക്ഷത്തിന് തന്നെയായിരുന്നു ഇവിടെ മുൻതൂക്കം. 1977 മുതൽ 2019 വരെ നടന്ന 12 തിരഞ്ഞെടുപ്പുകളിൽ 8-ലും വലതുപക്ഷമാണ് വെന്നിക്കൊടി പാറിച്ചത്. 77-ൽ കോൺഗ്രസിന്റെ VM സുധീരൻ, 80-ൽ CPM-ന്റെ സുശീല ഗോപാലൻ, 84-ലും 89-ലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ, 91-ൽ CPM-ലെ TJ ആഞ്ചലോസ്, 96 മുതൽ 99 വരെ തുടർച്ചയായി 3 തവണ VM സുധീരൻ എന്നിങ്ങനെയായിരുന്നു ആലപ്പുഴയിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. 2004-ൽ VM സുധീരനെ തോൽപ്പിച്ച് അട്ടിമറി വിജയത്തിലൂടെ KS മനോജ് ആലപ്പുഴയെ CPM പാളയത്തോട് അടുപ്പിച്ചു. എന്നാൽ തുടർന്ന് മനോജ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. തൊട്ടടുത്ത 2 തവണയും ഇടതുപക്ഷത്തിന് മണ്ഡലം കിട്ടാക്കനിയായി. 2009-ലും 2014-ലും മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019-ൽ ദേശീയ തലത്തിൽ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി KC വേണുഗോപാൽ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നതോടെ വീണ്ടും ആലപ്പുഴ മണ്ഡലം ചെങ്കൊടി പുൽകി. ആ തവണ AM ആരിഫായിരുന്നു CPM സ്ഥാനാർത്ഥി. എതിരാളിയായി കോൺഗ്രസ് ഇറക്കിയത് വനിതാ നേതാക്കളിലെ പ്രമുഖയായ ഷാനിമോൾ ഉസ്മാനെയായിരുന്നു. 80.25% മണ്ഡലത്തിൽ നടന്ന അന്നത്തെ പോളിംഗ്. ഇവിടെ ആകെ 1,88,728 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ 10,474 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആരിഫ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ 4,35,496 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 1,87,729 വോട്ടും ലഭിച്ചു. ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. 2009 മുതലാണ് കരുനാഗപ്പള്ളി ഈ മണ്ഡലത്തിന്റെ ഭാഗമായത്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഇവിടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും
കൃഷിയും മത്സ്യബന്ധനവും തന്നെയാണ് പ്രധാന ഉപജീവന മാർഗം. നിരവധി ജീവിത പ്രശ്നങ്ങൾ ചർച്ചയാകുന്ന മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. തീരദേശ പ്രശ്നം ഉൾപ്പെടുന്ന മണ്ഡലമായതിനാൽ നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. കരിമണൽ ഖനനം, തീരദേശ ഹൈവേ, കടൽഭിത്തി നിർമ്മാണം, കായൽ മേഖലയിലെ പ്രതിസന്ധികൾ, തുറമുഖങ്ങളുടെയും ഫിഷ് ലാൻഡ് സെന്ററുകളുടെയും വികസനം തുടങ്ങിയ വിഷയങ്ങൾ ക്യാമ്പയിനിലേക്ക് കടന്നു വരാറുണ്ട്. കയർ മേഖല പ്രതിസന്ധിയിൽ തന്നെയാണ്. കയർ തൊഴിലാളികൾ ഇവിടുത്തെ പ്രധാന വോട്ട് ബാങ്കുമാണ്. 7 വർഷമായി യാതൊരു കൂലി വർധനയും ഇവർക്കുണ്ടായിട്ടില്ല. ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു. ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ കാണാനാകും. 2011 സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് മണ്ഡലം ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ടുള്ള ഇടം തന്നെയാണെന്നാണ്. വോട്ടർമാരിൽ 70% അധികവും ഹിന്ദുക്കളാണ്. നിലവിൽ ഇവിടെ 14% മുസ്ലിം വോട്ടർമാർ ഉണ്ടെന്നും ക്രിസ്ത്യൻ വോട്ടർമാരുടെ തോത് ഏതാണ്ട് 15% കണക്കുകൾ വ്യക്തമാക്കുന്നു. മറ്റു വിഭാഗങ്ങൾക്ക് ഇവിടെ കൃത്യമായ സ്വാധീനമില്ലെന്ന് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഒപ്പം നിന്ന ആലപ്പുഴ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ LDFും തങ്ങളുടെ കയ്യിൽ നിന്ന് പോയ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന വാശിയിൽ തന്നെയാണ് UDFും. ആലപ്പുഴയിലെ വോട്ടർമാർ ആരെ തുണയ്ക്കും? KCയെയോ ആരിഫിനെയോ ശോഭയെയോ? ആരിഫ് തന്നെയെന്നാണ് ഇതുവരെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. എന്തായാലും ഫലം വരുന്നതുവരെ കാത്തിരിക്കാം.